കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിസ്മയമായ ബേക്കൽ കോട്ടയിലെത്താം. അറബിക്കടലിന്റെ തീരത്ത് ഏതാണ്ട് 30 മുതൽ 40 ഏക്കർ വിസ്തൃതിയിൽ വൃത്താകാരത്തിൽ പണിതുയർത്തിയിട്ടുള്ള കോട്ട ഇന്നും പറയത്തക്ക ബലഹീനതകളൊന്നും കൂടാതെ സഞ്ചാരികളെയും ആകർഷിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുകയാണ്. വൈദേശികമായ സാങ്കേതികതയോ ശില്പവിദ്യയോ കാര്യമായി ഉപയോഗിക്കാതെ തദ്ദേശീയമായ അറിവിന്റെയും കഴിവിന്റെയും പിൻബലത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ബേക്കൽ കോട്ടയ്ക്കുണ്ട്. കേരളത്തിലെ പല കോട്ടകളും കടൽ തീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. അതേസമയം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിക്കാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ കോട്ടയുടെ പ്രധാന സവിശേഷതയും. ഈ പ്രദേശം പണ്ട് കാദംബര രാജവംശത്തിന്റെയും മൂഷിക രാജാക്കന്മാരുടെയും കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദനൂർ രാജാവിന്റെ അധീനതയിലായി. കുമ്പളയിലെ ഇക്കേരി നായക്കന്മാർ എന്നറിയപ്പെടുന്ന ബദനൂർ നായക്കന്മാരിലെ ശിവപ്പ നായക്കയ്ക്ക് 1650 ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായക്ക പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. 1500 പോർച്ചുഗീസുകാരാണ് സെന്റ് ആഞ്ചലോസ് എന്ന പേരിൽ കോട്ട നിർമ്മിച്ചത്. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ഡി അൽമേഡയുടെ നേതൃത്വത്തിലാണ് കോട്ടയുടെ പണിക്ക് തുടക്കമാവുന്നതും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിത കോട്ട എന്ന ബഹുമതി കണ്ണൂർ കോട്ടയ്ക്ക് സ്വന്തമാണ്. ചെങ്കലിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയുടെ നിർമ്മാണം 1507 പൂർത്തിയായി. പിന്നീട് മലബാറിലെ സൈനിക കേന്ദ്രം എന്ന നിലയിലാണ് കോട്ട ശ്രദ്ധ നേടുന്നതും. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മലബാറിലെ അറക്കൽ രാജവംശവുമൊക്കെ പലപ്പോഴായി കോട്ടയുടെ ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. കോട്ടയിലെ ഓഫീസുകളും തറവാടുകളും പോർച്ചുഗീസുകാർ നിർമ്മിച്ചപ്പോൾ കുതിരാലയം ഡച്ചുകാരുടെ സംഭാവനയാണ്. കൂടാതെ കോട്ടയുടെ മധ്യഭാഗത്തുള്ള നീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവുതലവുമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. കരയിൽ നിന്നുള്ള ആക്രമണം തടയുന്നതിനായി നിർമ്മിച്ച കിടങ്ങ് ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഉദാഹരണമാണ്. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ മുകളിൽ പീരങ്കി വെക്കുവാനുള്ള കൊത്തളങ്ങളും ഉയരമുള്ള നിരീക്ഷണ ഗോപുരങ്ങളുമായി വലിയ കോട്ടകൾ രാജാക്കന്മാർ തങ്ങളുടെ